ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ ദിവസമായതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് മറന്നിട്ടുണ്ടാവും എന്ന് തോന്നുന്നുണ്ട്. മറന്നിട്ടില്ലാത്തവരൊന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കണേ, മറന്നിനോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്ന് അറിയണ്ടേ എനിക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഒരു കേക്ക് ഉണ്ടായിരുന്നു, ടോളായിട്ടുള്ള ഒരു കേക്കാണ്. ആ ഒരു കേക്ക് ചെയ്ത് വെച്ചിട്ട് വേണം, എനിക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പർച്ചേസിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളുണ്ട്. പിന്നെ കുറേ ദിവസമായി കുറേ കേക്കിൻ്റെ ഓർഡേഴ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ബിസിയൊക്കെ ആയി. അപ്പോൾ എല്ലാവരും കൂടെ ഫാമിലി ആയിട്ടുള്ള മൊത്തത്തിൽ തിരക്കായതുകൊണ്ടും പിന്നെ ചെറിയ മറ്റുള്ള തിരക്കുകളൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുറേ ഓർഡേഴ്സ് ഒഴിവാക്കി. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് വന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ക്രീമിന് മാത്രമായിട്ട് 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ബിഗിനേഴ്സ് എന്തായാലും നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുറേ കമൻറ്റ്സ് വരാറുണ്ട്, യൂട്യൂബിലായിക്കോട്ടെ, ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ, വാട്സപ്പിലായിക്കോട്ടെ, ഒരുപാട് കമൻറ്റ്സ് വരാറുള്ളതാണ് ഈ ക്രീമിൻ്റെ പ്രോബ്ലംസ്. അപ്പോൾ ഈ ക്രീം യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. നമ്മളൊരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ആയാൽ പോലും നമുക്കത് കേക്ക് ഫ്ലോപ്പ് ആവാൻ ചാൻസ് കൂടുതലാണ്, ക്രീം ബീറ്റിങ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ തെറ്റായ കാര്യങ്ങൾ കാണിച്ച് തരുന്നുണ്ട്. കാരണം ഇത് തെറ്റായ കാര്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ അതെ, അല്ലെങ്കിൽ ചോദിച്ചാൽ അല്ല. അപ്പോൾ ഞാനിതാ ക്രീം എടുത്തതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആദ്യം എടുത്തതാണ് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി, നല്ല പാല് പോലെ ഉള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ ക്രീം എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം ഒന്ന് തണുപ്പൊക്കെ വിട്ട് ആ ഒരു ഐസ് ക്രിസ്റ്റൽസൊക്കെ വിട്ടതിന് ശേഷമാണ് നമ്മൾ ആ ഒരു അളന്നിട്ട് നമ്മൾ എടുക്കുന്നത്. ഞാൻ അങ്ങനെ എപ്പോഴും അളക്കാറൊന്നുമില്ല, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അളന്ന് കാണിച്ചതേ ഉള്ളൂ. ചില സമയം നമ്മൾ ആ ഒരു രീതിയിൽ അങ്ങ് എടുക്കലാണ്. അപ്പോൾ ഇതുപോലെ അധികം ആൾക്കാരും ചെയ്യുന്നതാണ് കട്ട കുത്തി പൊളിച്ചിട്ട് അത് സ്പോട്ടിൽ ബീറ്റ് ചെയ്യുക. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കട്ട ഉടക്കണം, പക്ഷേ ആ സമയത്ത് തന്നെ ബീറ്റ് ചെയ്യാനല്ല, ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ട് നിങ്ങൾ അവിടെ വെച്ചിട്ട് കുറച്ചൊന്ന് തണുപ്പ് പോവട്ടെ. കുറച്ച് തണുപ്പ് എന്നല്ല, ആ ഒരു ഐസ് ക്രിസ്റ്റൽസ് ഒന്ന് മെൽട്ടായിട്ട് ആ ഒരു കറക്റ്റ് ഈ ഒരു പാൽ രൂപത്തിലേക്ക് മാറട്ടെ കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് സമയം കട്ട ഉടച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യുക, ക്ലീനിങ് ചെയ്യുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം നമ്മൾ ക്രീമൊക്കെ മെൽട്ടായതിനു ശേഷമാണ് നമ്മൾ ഷുഗർ പൗഡറൊക്കെ ചേർത്ത് ആവശ്യത്തിനുള്ള ഐറ്റംസും ഒക്കെ ചേർത്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ബിഗിനേഴ്സ് ശ്രദ്ധിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ഒരു ബോട്ടിൽ നന്നായിട്ടൊന്ന് തുടച്ച് ക്ലീൻ ചെയ്യുക. നമ്മൾ പാത്രവും തുടക്കണം, ബീറ്റർ തുടക്കണം, എല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം. എന്നിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യുക. നമ്മളത് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് തന്നെ നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് താഴെയുള്ള ക്രീം മുകളിലുള്ള ക്രീം താഴെയും ആ ഒരു ലെവലിൽ എത്തുന്നത് വരെ ഷേക്ക് ചെയ്യുക. എല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിൽ ഒരു പൊടി കലക്കിയിട്ട് വെള്ളത്തിൽ കലക്കി വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് സമയം കഴിയുമ്പോൾ ഊറിയിട്ട് താഴെ നിൽക്കില്ലേ, അതേപോലെയാണ് നമ്മുടെ ക്രീമും. കുറച്ച് പോർഷൻസ് താഴെയും കുറച്ച് പോർഷൻസ് നേർത്തത് മുകളിലുമായിട്ട് നിൽക്കും. അപ്പോൾ അത് ഫുള്ളായിട്ട് ഷേക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കേക്ക് ഉണ്ടാക്കാനുള്ള ക്രീം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ക്രീം ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടാവാൻ പാടില്ല, എന്നാൽ അത്യാവശ്യം നല്ല തണുപ്പ് ക്രീമിന് ഉണ്ടാവുകയും ചെയ്യണം. അപ്പോൾ ആ ഒരു ക്രീം അത്രയും നല്ല തണുപ്പിൽ നിൽക്കുകയും ചെയ്യണം, എന്നാൽ ഒരുപാട് ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടാവാനും പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, അത് നമ്മുടെ ചാനലിൽ തന്നെ 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിൽ 2 വീഡിയോസിൻ്റെയും ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കറക്റ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ക്രീം ബീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ ഞാൻ 2 7 ഇഞ്ചിൻ്റെ പാനിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കാണിക്കാനുള്ള ടൈമൊന്നും എനിക്കില്ല, അതുകൊണ്ട് കുറേ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോസും പല കേക്ക്സിൻ്റെ ഡെക്കറേഷൻസും വെറൈറ്റി ഡെക്കറേഷൻസും ആയിട്ട് ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ എന്നെ കണ്ടിട്ട്. അപ്പോൾ ആ ഒരു കാണാത്തതിൻ്റെ ആ ഒരു പരിഭവവും ആ ഒരു ഡിസൈന് കിട്ടുന്നില്ല, പുതിയ റെസിപ്പീസ് ഇടുന്നില്ല എന്നുള്ള പരാതിയും, എന്തുകൊണ്ട് ആ വീഡിയോസ് ഇടാത്തേ എന്നുള്ള കമൻസും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ കുറേ പേരുടെ ബാക്കിയുള്ള ഒരു ചോദ്യമാണ് ലെയർ കട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. ഞാൻ മെയിനായിട്ട് പറയുന്നത്, നമ്മൾ മാക്സിമം കേക്ക് ചൂടോടെ കട്ട് ചെയ്യാൻ നിൽക്കരുത്. അന്നേരം ഇതുപോലെ ക്രംസ് ഒരുപാട് ഇളകി വരും. ഇതെന്ന് വെച്ചാൽ നമ്മൾ സമയമില്ലാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളത്തിലേക്ക് ടിന്നിറക്കി വെച്ച് ചൂടാറ്റിയിട്ട് ഉള്ളിൽ കേക്കിൻ്റെ ഉള്ളിൽ നല്ല ചൂടുണ്ടാവും, എന്നാലും ടൈമില്ലാത്ത സമയത്ത് നമ്മളിതുപോലെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തിട്ട് ഫാനിൻ്റെ ചുവട്ടിൽ കൊണ്ടുവച്ചിട്ട് ഒന്ന് തണുപ്പിക്കും. എന്നിട്ട് അതിന് ശേഷമാണ് ഐസിങ് ഒക്കെ ചെയ്യുക. അല്ലാതെ ചെറിയ ചൂടുണ്ടെങ്കിൽ പോലും നമ്മളൊരിക്കലും ഐസിങ് ചെയ്യാൻ നിൽക്കരുത്. എന്തായാലും ക്രീം മെൽട്ടായിട്ട് പോകും. അപ്പോൾ ആ ചെറിയൊരു ചൂടുണ്ടാകുമ്പോൾ ചെറിയൊരു
മൈന്യൂട്ടായിട്ടുള്ള ചൂട് ഉണ്ടായാൽ തന്നെ നമ്മൾ ആ ഒരു ക്രീം വെച്ച് കൊടുക്കുന്ന സമയത്ത് മെൽട്ടായിട്ട് ക്രീം ഇല്ലാത്ത അവസ്ഥയിൽ ഉരുകിയിട്ട് നമ്മൾ ബീറ്റിംഗ് ചെയ്യുന്നതിൻ്റെ ആ ടെക്സ്ചറിലേക്ക് തന്നെ ക്രീമായിട്ട് മാറും. ഇത് നമുക്ക് നല്ലൊരു ഐസ്ക്രീം ഫോമിലല്ലേ ഈ ഒരു ക്രീം ഉണ്ടാകുന്നത്. പക്ഷേ ചൂട് തട്ടുന്ന സമയത്ത് അത് ഉരുകിയിട്ട് മെൽട്ടായിട്ട് പോയിട്ട് വെള്ളം പോലെ ആയിട്ട് മാറും. അതുകൊണ്ട് മെയിനായിട്ട് ശ്രദ്ധിക്കുക, ക്രീം കറക്റ്റ് സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യുക, കേക്കിന് ചൂടില്ല എന്ന് ഉറപ്പ് വരുത്തുക, പിന്നെ നല്ല തണുത്ത ഷുഗർ സിറപ്പ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ കേക്കിന് നല്ലൊരു ടേസ്റ്റും ടെക്സ്ചറൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ബേക്കിംഗ് ക്ലാസ് ഫ്രീ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ യൂട്യൂബിൽ ഒരുപാട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ബേക്കിംഗ് ക്ലാസ് തന്നെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നമ്മൾ സ്റ്റുഡൻസിന് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി 5-6 ഗ്രൂപ്പ്സൊക്കെ ആയി മാഷാഅല്ലാ. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും ഹാപ്പിയാണ്. ഇപ്പോൾ ഒരു പുതിയൊരു ഗ്രൂപ്പും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. നാളെ ആകുമ്പോഴേക്കും ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. നാളെയോ മറ്റന്നാളാകുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കുറച്ച് ആൾക്കാരെയും കൂടി ആഡ് ആക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ അത് ഡിലേ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ അധികം ലേറ്റ് ആക്കണ്ട. നമ്മൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഇനിയിപ്പോൾ നമുക്ക് ഓൾറെഡി പേര് തന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും നമ്മൾ ബേക്കിംഗ് ക്ലാസ് പഠിക്കണം എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുള്ള ആൾക്കാരായാലും പെട്ടെന്ന് തന്നെ റിപ്ലൈ തന്നു കഴിഞ്ഞാൽ, അതായത് മെസ്സേജ് തന്നു കഴിഞ്ഞാൽ പുതിയ ഗ്രൂപ്പിലേക്ക് ആഡാക്കും. അപ്പോൾ കുറച്ച് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് ഞാൻ റിപ്ലൈ ചെയ്തിട്ടും പിന്നെ അവരുടെ റിപ്ലൈ ലേറ്റ് ആകുമ്പോൾ പിന്നെ ഞാൻ ആഡാക്കലുണ്ടാവില്ല. അവർ കുറച്ച് ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് കാത്തുനിന്നാൽ നമ്മൾ ഗ്രൂപ്പ് തുടങ്ങും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കേക്കൊക്കെ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഞാൻ നമ്മൾ നല്ല നെയ്മീൻ അയക്കുറ, നമ്മൾ അയക്കുറ എന്ന് പറയുന്നത് കേട്ടോ, പല സ്ഥലത്തും പല പേരാണ്. നോർമലി വാങ്ങുന്ന ആ ഒരു സൈസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാക്കൊക്കെ വന്നതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ പെട്ടെന്ന് കിട്ടിയത് ഈ ഒരു സൈസിലുള്ളതാണ്. എനിക്ക് ഫിഷിൻ്റെ ബിരിയാണിയുടെ കൂട്ടത്തിൽ ഈ ഒരു മീനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ചെമ്മീനും, അത് മൈ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ ഉമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള അയക്കൂറ ബിരിയാണിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രാത്രി ആട്ടോ നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബിരിയാണിയൊക്കെ ദം ചെയ്ത് നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ ദം ബിരിയാണിയൊക്കെ കഴിച്ചവർക്ക് മനസ്സിലാവും. കണ്ണൂർ സ്പെഷ്യലായിട്ട്, കണ്ണൂർ തലശ്ശേരിയൊക്കെ സ്പെഷ്യലായിട്ടുള്ള ദം ബിരിയാണീസൊക്കെ ഉണ്ട്. അപ്പം ഉമ്മയുടെ ബിരിയാണി എന്ന് പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റമാണ്. നമ്മൾ എത്ര കഴിച്ചാലും മടുക്കാത്തൊരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി ആയിരിക്കും. അതും ഉമ്മമാരുണ്ടാക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മുൻപൊക്കെ ഞാൻ ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ പുതുതായിട്ടുള്ള പല പല വെറൈറ്റീസ് ഉണ്ടാക്കാൻ പരീക്ഷിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ്. അപ്പോൾ കേക്ക്സ് മാത്രമല്ല, ഫുഡ് ഐറ്റംസും ജ്യൂസ് പുഡിങ്സ് എല്ലാം വെറൈറ്റി പരീക്ഷിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. ഇപ്പോൾ ഒന്നിനും ടൈം കിട്ടാത്തതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങളൊന്നും നടക്കാറില്ല. എന്നാലും മാക്സിമം ഇനി അങ്ങോട്ട് പരീക്ഷണങ്ങളായിട്ട് ഞാൻ വീഡിയോസ് വരുന്നതായിരിക്കും കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള പല കേക്ക്സ് ആയിക്കോട്ടെ, പല വെറൈറ്റി ഫുഡ് ആയിക്കോട്ടെ, എല്ലാം കൊണ്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ രാത്രി ഫുഡെല്ലാം കഴിച്ച് നമ്മൾ കേക്കിൻ്റെ ബാക്കി ഫൈനൽ ഫിനിഷിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസമാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിറ്റേ ദിവസം കുറച്ച് പർച്ചേസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് പർച്ചേസും പിന്നെ ഹോസ്പിറ്റലിൽ കാണിക്കാനൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതൊക്കെ കാണിച്ച്. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഫുഡ് തട്ടുന്ന കാര്യത്തിൽ, അതായത് പലതരം വെറൈറ്റി ഫുഡ് തട്ടുന്ന കാര്യത്തിലും ഞാൻ ഒട്ടും പുറകോട്ടല്ല കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി അയക്കൂറ ഫ്രൈയും നല്ല നാടൻ സദ്യയും ഒക്കെ കഴിച്ച് കൂടുതലും നമ്മൾ വെറൈറ്റി വേറെ എന്തൊക്കെയുള്ളതാണ് കഴിക്കാറുള്ളത്, ചിക്കനും അതും ഇതൊക്കെ. അപ്പോൾ ഇതൊന്ന് കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. അപ്പം കണ്ണൂർ കാൽടെക്സ് ഉള്ള പുല്ലരി എന്ന് പറഞ്ഞ ഷോപ്പാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഷോപ്പാട്ടോ. അപ്പോൾ അവിടെ പായസം എല്ലാം ഉണ്ട്. പായസവും പിന്നെ നല്ല വലിയ 400-500 അങ്ങനത്തെ സംതിങ് ഉണ്ട് ആ ഒരു അയക്കുറ പൊരിച്ചത്. ആ ഒരു അയക്കുറ പൊരിച്ചത് ഒരു സ്പെഷ്യൽ മസാലയാണ്. തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ടുള്ള നല്ല സ്പെഷ്യലായിട്ടുള്ള മസാലയൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ഫ്രൈ ആണ്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഈ ഒരു അയക്കുറ എന്ന് പറയുന്നത് ഫാമിലി ആയിട്ടുള്ള ഒരു രണ്ടാക്കും മൂന്നാക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മീനാണ്. അപ്പോൾ ഇതുപോലെ സിംഗിളായിട്ടുള്ള മീനുണ്ട്. പിന്നെ വേറെയും ഒരുപാട് എനിക്ക് പേരറിയാത്ത ഒരുപാട് മീനിന് കടലിൽ നിന്ന് പിടിച്ച് മുളക് പെരക്കി ഫ്രൈ ചെയ്തെടുത്ത രൂപത്തിലുള്ള കുറേ മീനുകളുണ്ട് കേട്ടോ. ഞാൻ കഴിക്കാത്ത ഒരുപാട് ഐറ്റംസൊക്കെയാണ് ഞാൻ കൂടുതലും കഴിക്കാറുള്ളത്. ഈ അയക്കുറയും ചെമ്മീൻ, കൂന്തൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ പല പല മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ബെഡ്ഷീറ്റ്,
നമ്മൾ ഡെയിലി വെയർ ആയിട്ടുള്ള നൈറ്റീസ്, ചുരിദാസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ബെഡ്ഷീറ്റ്, പില്ലോ കവർ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മാത്രമേ ഞാൻ ഇവിടെ വീഡിയോസ് എടുത്തിട്ടുള്ളൂ. പിന്നെ ബാക്കി കുറച്ച് ഞാൻ നോർമലി ഫംഗ്ഷൻസിന് ഇടുന്ന ഡ്രസ്സ് ഞാൻ വീഡിയോസ് എടുക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നോക്കുമ്പോഴേക്ക് വീഡിയോസ് എടുക്കാൻ തന്നെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പിന്നെ എടുക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി, പിന്നെ കുറേ വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കല്ലേ.